സെന്റർ മാത്രം ഉണ്ടായി സൈഡ് ഇങ്ങനെ ഇവിടെ ഇതാക്കണം ഒരു വീതി കിട്ടും ഇവിടെ പിന്നെ ഇത് മതിയാ ഓ ഇത് കറക്റ്റ്. നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ സപ്പോസ് മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നം, പരിപാടി കൊള്ളാവരുതല്ലോ ഭക്ഷണം കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ടാർപ്പായ തൽക്കാലം വലിച്ചു കെട്ടുകയാണ് നാളത്തെ പരിപാടിക്ക്. അപ്പോൾ ഫ്രണ്ടിൽ എന്താ പറയുക, അധികം ആൾക്കാരെ പരിപാടി ഒന്നുമില്ല. നമ്മൾ നാളത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ അനിയൻ്റെ വൈഫിനെ 7ാം മാസം ചടങ്ങുണ്ടല്ലോ, കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങ്, ആ ചടങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ വരികയാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഭക്ഷണത്തിനുള്ള നമ്മൾ ടാർപ്പായും കാര്യങ്ങളൊക്കെ കെട്ടി സെറ്റാക്കണം. ഇർഫാൻകുട്ടി, ഇർഫാൻകുട്ടി കലിപ്പിൽ വാ, 2 ഇടി കൊടുത്താ ഇർഫാൻ എങ്ങട്ടാ? അതോ ഇതൊക്കെ യൂട്യൂബിൽ ഇടുമല്ലോ വീവാ, കട്ടാക്കണ്ട വരുമോ? ഇർഫാനെ മദ്രസയ്ക്ക് വരുന്നില്ല ഇർഫാൻകുട്ടി? ചെക്കനെ ചീത്ത പറഞ്ഞ അപ്പോൾ ടാർപ്പായ കിട്ടുന്ന പരിപാടിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. കയറ് പിടിക്കട്ടെ, കയറ് കയ്യിൽ എന്റെ കാര്യം നോക്കുക വേണ്ട, അത്രയും കറക്റ്റാക്കി വെച്ചിരിക്കണം. മറ്റേ ഓസിന്റെ വെള്ളം പോലെ ഓസിനൊക്കെ താഴത്ത് വെള്ളം വെച്ചിട്ട് അതങ്ങനെ സ്റ്റക്കായി കിടക്കാണ് ഇതെന്നിന്റെ അവിടെ. പിടി ഒരു കൈ പിടിച്ചോ. പിടിച്ചിട്ടില്ല, ധൈര്യം കയറിക്കാം. എങ്ങനെ നീ ഏണി വിടാതിരുന്നാ മതി, ഞങ്ങളെ ഏണി വിടും. അവിടെ കൊണ്ടുവിട്ട് വിട്ടിട്ട് വരിക. കിച്ചണിലല്ലേ ഫൈസൽക്കട ബിരിയാണി എന്തായി നോക്കാം. അവിടെ എന്താ പരിപാടി ആണോ? ഇവിടെ ഫൈസലൊക്കെ 4 മണിക്ക് വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ സ്റ്റാർട്ടാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു. ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് പുതിനയും മല്ലിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് ഷിയാവ് വന്നിട്ടുണ്ട്. ഷിയാവ് എന്താ പറയാനുള്ളത്? വല്യേക്കണെന്ന്. അടുത്ത നമ്മൾ അരിക്കുള്ള ദമ്മിൻ്റെ പരിപാടി സ്റ്റാർട്ടാക്കാൻ പോകണം. ദമ്മ് അതാ ഓടുന്നു.
ഇന്നത്തെ 60 ആളുടെ പരിപാടി. ഇന്ന് 12 മണി ഉച്ചയ്ക്ക്, ഇന്ന് 10-11 മണിയാകുമ്പോഴേക്കൊക്കെ സെറ്റാവും. കുക്ക് പൈസൽക്കാണ് കുക്ക്. കുക്ക് സൂപ്പറാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഇതിൽ ആലോത്തൂർ മാത്രമേ അറിയുള്ളൂ. പുറത്തുള്ള ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ എനിക്കൊരു ഉപകാരമാവും. പൈസയിൽ വല്ലതും പറയണ്ട, വല്ലതും പറയണ്ട. അല്ല, നമ്മളെ പരിപാടി വയനാട്ടിൻ്റെ വെപ്പ് നീയാണല്ലോ, അതിനെപ്പറ്റി വല്ലതും പറയണ്ട. വയനാടിൻ്റെ ചലഞ്ച് ബിരിയാണി ഓർഡർ എടുത്തിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ ഉണ്ടാവും. വയനാട് നമുക്ക് ഉള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും യൂത്ത് കോൺഗ്രസിൻ്റെ വക ഒരു പരിപാടി ഉണ്ട്. ബിരിയാണി ചാലഞ്ച് പരിപാടിയാണ്. അത് ഉടനെ ഉണ്ടാവും. ഒരാഴ്ചൻ്റെ തുടങ്ങുന്നതായിരിക്കും. ബിരിയാണീൻ്റെ കാര്യങ്ങളപ്പോൾ ഏകദേശം റെഡിയായി. മസാലയും കാര്യങ്ങളൊക്കെ റെഡിയായി. അടുത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലത്തെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ആണല്ലേ, ഇതൊരു 60 ആളുടെ പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ ഒരു ഏത് അപ്പോൾ ഇത് അവർ നമ്മുടെ അനിയൻ്റെ വൈഫിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റുന്ന ഇപ്പോൾ ചെറിയൊരു പരിപാടിയാണ്, 7-ാം മാസം. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബന്ധക്കാർ തന്നെയാണ് അവർ വരുന്നത്. ഒരു ഉച്ചക്കത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് വെക്കുന്ന സ്പെഷ്യൽ എന്താ വെച്ചാൽ ചിക്കൻ ബിരിയാണി ദമ്മിട്ടിട്ട്, അപ്പോൾ തന്നെ ബീഫ് ഒരു റോസ്റ്റ് പോലെ ഗ്രേവി പോലെ ആക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലിയ ആൾക്കാരെ പരിപാടി ഇല്ലാത്ത കാരണം നമ്മുടെ ഫൈസൽക്ക അടിപൊളിയായിട്ട് കല്യാണവും കാര്യങ്ങൾക്കൊക്കെ ഫുഡ് വയ്ക്കുന്ന ആളാണ്. അപ്പോൾ ഫൈസൽക്കാനെ നമ്മൾ വിളിച്ചത്. ഫൈസൽക്ക രാവിലെ 4 മണിക്ക് തന്നെ വന്നിട്ട് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ പരിപാടി ഇപ്പോൾ ഏകദേശം 10-11 ആകുമ്പോൾ തീരുന്ന പറഞ്ഞത്. പിന്നെ നമ്മൾ ചെയറും കസാരകളും ഒക്കെ നമ്മുടെ വേണ്ടപ്പെട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. ഇതൊക്കെ പരത്തിയിട്ടാ മതി. ഇതാ അതന്നെ സൺഫ്ലവർ.
അസ്സലാമലൈക്കും പറയ്. ഇസ്ലാമാ. നീ പറയ്. അസ്തമിക്കുന്ന. അസ്സലാമലൈക്കും. പാമുട്ടി ടാറ്റ പറയ്. എന്താണ് മാമ? മൈക്ക് അസ്സലാമലൈക്കും. ഇതെന്താ വരാത്തത്? അസ്സലാമലൈക്കും. അച്ഛനാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് എന്താ അർത്ഥം കൊടുക്കണം? ആപ്പിള് എന്താ സ്പെഷ്യൽ? മധുരം കൊടുക്കണം. മധുരം കൊടുക്കണം എന്താ? പെട്ടെന്ന് ഇത് പറയുന്ന മാസത്തെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ കുട്ടീനെ ഞാനാ മധുരം ലഡു എടുത്തോളാം. നമ്മുടെ രണ്ടാമത്തെ മരോളെ പ്രസവത്തിന് പറഞ്ഞാക്കലാണ്. അപ്പോൾ നമുക്ക് പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് മോളൊക്കെ ഒരുങ്ങി അവരുമ്മ വീട്ടുകാരൊക്കെ വിളിക്കാൻ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പറപ്പൂരെത്താറായി. അപ്പോൾ നമ്മൾ പറഞ്ഞാക്കിയാണ്. എല്ലാം ഉഷാറായി. ഇനി ഭക്ഷണം കഴിച്ച് കുട്ടീനെ പറഞ്ഞാക്കലാണ്. 2-2:30 മണിക്ക് ഇറങ്ങും. അപ്പോൾ എന്താ എല്ലാം ഒരുങ്ങിയിരുത്തി ഇനി ഇത്തിരി മധുരം കൊടുക്കണം. മധുരം കൊടുത്താൽ ശരി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ 7-ാം മാസത്തെ പരിപാടിയോടനുബന്ധിച്ച് ഒരുപാട് നമ്മുടെ വീട്ടുകാരും സ്വന്തക്കാരും എല്ലാവരും വന്നിട്ടുണ്ട്. കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് മധുരം കൊടുക്കുകയാണ്. ബിസ്മി. എൻ്റെ കുട്ടി പോയി നല്ലപോലെ പ്രസവിച്ച് തള്ളയും പിള്ളയായി എൻ്റെ കുട്ടി കയറി വരണം. അച്ഛനെ അല്ല നിൻ്റെ കാവല്. മധുരം കൊടുത്തിട്ട് ഈ മധുരം കൊടുക്കണ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മധുരം കൊടുക്കുന്നത് സാധാരണ നല്ലതാണ്. ഇതെന്ത് ഈ മധുരം കൊടുക്കണോണ്ട് ഉദ്ദേശിക്കണത് എന്താണ്? ഷായിത്താത്ത ഈ മധുരം എന്തിനാണ് കൊടുക്കണേ? മധുരം എന്തിനാ കൊടുക്കണതെന്ന്, മധുരം കൊടുക്കണതിന്റെ ആവശ്യം എന്താന്ന്? മധുരം എല്ലാരും കൊടുക്കുന്നുണ്ട്, എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ ആർക്കും അറിയുന്നില്ല. കൊണ്ടുവന്നതും നമ്മളെന്തിനാ പാലും പഴവും കൊടുക്കണു? അതേപോലെ അങ്ങനെയൊക്കെ ഉണ്ടോ? എല്ലാവരും മധുരം കൊടുക്കണ തിരക്കാണ്. അതൊരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ മധുരം കൊടുക്കുന്നതിൻ്റെ. ഒക്കെ ആദ്യമൊക്കെ മധുരം കൊടുക്കുക.
അത് കുഴപ്പമില്ല എടുത്തെടുത്തു. ഇർപ്പാൻകുട്ടി ആടാ താത്താക്ക് മധുരം കൊടുക്കറാ. കാജക്ക മധുരം കൊടുക്ക്. അതല്ല താത്താനെ ഒന്ന് എടുക്കുക. കാജക്ക താത്താന് മധുരം എടുക്കുക ചെയ്തു. അല്ലേ അതെടുത്താ ഓ ആർക്കും മധുരം കൊടുക്കണത് എന്തിനാന്ന് അറിയില്ല. കാജക്കാക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? മധുരം കൊടുക്കണത് എന്തിനാ? എനിക്കറിയാം. ഒരു ഹാപ്പി സന്തോഷത്തിനല്ലേ. അതെല്ലാം എന്നും മധുരത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബത്ത് സന്തോഷം സമാധാനം നിറഞ്ഞിരിക്കാനാണ് ഈ മധുരം കൊടുക്കുന്നത്. മധുരം കൊടുത്ത എന്താ കൊടുത്ത്? ലഡുവാ കൊടുത്തിട്ടില്ലേ? ശരി. ഇവിടെയാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കുന്നത്. ബിരിയാണി, ഇതിൽ ഫുള്ള് ബിരിയാണിയാണ്. ഇതിൽ ബീഫ്, അതിൽ ചിക്കൻ, ഇത് രണ്ടാമത്തെ ബിരിയാണി. എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്ക്. കറക്റ്റായാ? എല്ലാവരും നിൽക്ക്. മതിയാ നോക്കിയോ. ഇതവിടെ സിനിമ ഇരുന്ന് കാണുന്നു. വെള്ളം കൊടുക്കാനും ക്ലാസ് വേണ്ടേ? നമ്മുടെ പിള്ളേർക്കാണ് ക്ലാസ് കൊടുക്കാം. ചായ ക്ലാസ് ഉണ്ട്. നമ്മുടെ ആൾക്കാർക്ക് ചായ ക്ലാസ് കൊടുക്കണം.
അതെ മധുരം ഇല്ലാണ്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടോ? ചെയ്യറേ ഇതവിടെ വെച്ച ഗ്ലാസ് എനിക്ക് മനസ്സിലായി സംഭവം കൊടുക്കാൻ പറ്റി. എന്തുട്ടാ എന്താ എന്ത് വിശേഷം? സുഖമല്ലേ? തടി വെച്ചാ വെളിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും കാര്യങ്ങളും, അതുകൊണ്ടാണ്. പിന്നെ എന്താണ് കാര്യങ്ങളൊക്കെ? മനസ്സിലാ വണ്ടി നേരെ ഇങ്ങോട്ട് കയറി വരും. പിന്നെ ഇവിടെ പറമ്പ് അവിടെ കണലുണ്ട്.
ആമീൻ. واغفر لنا يا غافر المذنبين آمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا ആമീൻ. ആനോ? പറ്റിയോ? ഇതെന്തിട്ടാ? അറിയുന്നു. ഡ്രസ്സ് തുണികളൊക്കെ എടുത്തിട്ടോ തുണികളൊക്കെ എടുത്തു എനിക്കറിയില്ല സുൽത്താൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പെട്ടി പെട്ടി വന്നിട്ട് പിന്നെ മുത്തുപ്പാനി മുത്തുമാനി എടുത്തിട്ടുണ്ട്. ഞാൻ ഷാദാ സപ്പോർട്ടാണ് ഫുള്ള് ഇപ്പോ. വണ്ടിയെ വീതിയുള്ള വണ്ടിക്കാരനെ ആ പോസ്റ്റ് ഗഫൂർ കടന്ന ഇത് ഇത്രേ ഉള്ളൂട്ടോ. കുറച്ച് വീടുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇനിയുണ്ട്, നമ്മളത് കൊടുക്കുമല്ലോ.